ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ജീന എം ലോപ്പെ എഴുതിയ ആ ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആൻസേഴ്സും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഡു യു വിഷ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ലൈക്ക് ദ ഓഥർ ആൻഡ് വൈ? അപ്പോൾ ഇവിടെ ഈ എഴുത്തുകാരിയെ പോലെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? യെസ്, ഐ വിഷ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ബിക്കോസ് പെർസ്യൂയിങ് എ യുണീക്ക് പാത്ത് ക്യാൻ ലീഡ് ടു പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് ആൻഡ് സെൽഫ് ഡിസ്കവറി. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ എം ലോപ്പെ തനിക്ക് ഒരു ആക്ടർ ആകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ അമ്മ ഉദ്ദേശിക്കുന്നത് അവൾ ഒരു നേഴ്സോ ടീച്ചറോ ഒക്കെ ആവണമെന്നുള്ളതാണ്. പക്ഷേ ഷി വാണ്ട്സ് ടു ബിക്കം ആൻ ആക്ടർ. പക്ഷെ പിന്നീട് അവർ ഒരു എഴുത്തുകാരിയായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് ആ ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏതിലാണ് നമുക്ക് കഴിവുള്ളതെന്നും ഏതാണ് നമുക്ക് നല്ലതെന്നുള്ള ഒരു സ്വയം തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നു. സോ ഇറ്റ് ഗീവ്സ് എ കൈൻഡ് ഓഫ് സെൽഫ് ഡിസ്കവറി ജസ്റ്റ് ലൈക്ക് ദ ഓഥർ ഫൗണ്ട് സൊലേസ് ഇൻ ഹർ പ്രൈവറ്റ് സ്പേസ് ആൻഡ് പാഷൻ ഫോർ റൈറ്റിംഗ്. അപ്പോൾ സൊലേസ് എന്ന് വെച്ചാൽ സമാധാനം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അവരുടേതായ ഒരു പ്രൈവറ്റ് സ്ഥലം കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ എഴുതാനുള്ള തൻ്റെ കഴിവിനെ വളർത്തിയെടുക്കാനും ഒക്കെ സാധിച്ചു. കാരണം അത് വ്യത്യസ്തമായി ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്. രണ്ടാമത്തെ ചോദ്യം, വൈ വാസ് ദ ഓഥർ ലോക്ക്ഡ് അപ്പ് ഇൻ ദ റൂം ഓൺ വീക്ക് ഡേയ്സ്? അല്ലെ, ആഴ്ചകളിൽ എല്ലാ ദിവസവും ഇവർ ഈ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? The author was locked up in the room on weekdays to avoid being seen by the madam of the house where her sister worked, as it was necessary for her to remain hidden. അപ്പോൾ ഇവിടെ ഈ എം ലോപ്പെ തൻ്റെ സഹോദരിയായ ഐറീൻ ജോലി ചെയ്യുന്ന വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആ വീടിൻ്റെ ഉടമസ്ഥ മാഡം കാണാതെ രഹസ്യമായിട്ടാണ് തൻ്റെ സിസ്റ്ററിനെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അറിയുന്നില്ല ഇങ്ങനെ ഒരാൾ, അതായത് ഇവിടെയുള്ള സെർവൻറ്റിൻ്റെ സഹോദരി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് അവരറിയാത്ത രീതിയിലാണ് അവളെ അവിടെ ആ റൂമിൽ കൊണ്ടു നടന്നത്, അപ്പോൾ താമസിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റൂമിൽ ലോക്ക് ചെയ്ത് ഇട്ടിരുന്നത്. ദി ഓഥർ വാസ് ലോക്ക്ഡ് അപ്പ് ഇൻ ദ റൂം ടു അവോയ്ഡ് ബീയിങ് സീൻ ബൈ ദ മാഡം. അപ്പോൾ മാഡം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. വേർ ഹെർ സിസ്റ്റർ വർക്ക്ഡ് ആസ് ഇറ്റ് വാസ് നെസസറി ഫോർ ഹെർ ടു റിമെയിൻ ഹിഡൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് മെയ്ഡ് ദ ഓഥർ ചൂസ് ദ ടോയ്ലറ്റ് ആസ് എ പ്രൈവറ്റ് സ്പേസ് ടു റീഡ്? അപ്പോൾ ഇവിടെ തനിക്ക് പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ എം ലോപ്പെ തിരഞ്ഞെടുക്കുന്നത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടോയ്ലറ്റ് തിരഞ്ഞെടുത്തത്? ദി ഓഥർ chose the toilet as a private space to read because it was a place where she could sit quietly and undisturbed. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, സമാധാനപരമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, ആരുടെയും ശല്യമില്ലാത്തൊരു സ്ഥലം, അതായിരുന്നു ടോയ്ലറ്റ്. എവേ ഫ്രം ദി പ്രൈയിങ് ഐസ് ഓഫ് അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവരുടെ ഒന്നും ശ്രദ്ധ കിട്ടാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ഇങ്ങനെ തുറച്ച് നോക്കാത്ത ഒരു പ്രൈവസി ഉള്ള ഒരു സ്ഥലമായിട്ട് അവർ ടോയ്ലറ്റ് കണ്ടു. അതുകൊണ്ടാണ് അവർ ടോയ്ലറ്റ് സെലക്ട് ചെയ്തത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ നറേറ്റർ ലൈക്ക് ദ ടോയ്ലറ്റ്? എന്തുകൊണ്ടാണ് ടോയ്ലറ്റ് എന്നുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ദ നറേറ്റർ ലൈക്ക് ദ ടോയ്ലറ്റ് ബിക്കോസ് ഇറ്റ് ഓഫേർഡ് ഹെർ എ സെൻസ് ഓഫ് പ്രൈവസി. അപ്പോൾ എന്താണ്, ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം ഒക്കെ നൽകുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ മറ്റുള്ളവരൊന്നും കാണാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് എ ക്വയറ്റ് സ്പേസ്, വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. വേർ ഷി കുഡ് തിങ്ക്, ഡേ ഡ്രീം ആൻഡ് റൈറ്റ്. അപ്പോൾ അവിടെ ഇരുന്നാൽ സ്വസ്ഥമായിട്ട് ആരുടെയും ശല്യമില്ലാതെ ആലോചിക്കാനും, അതുപോലെ ഡേ ഡ്രീം എന്ന് വെച്ചാൽ പകൽ കിനാവ് കാണാനും, സ്വപ്നം കാണാനും, എഴുതാനും ഒക്കെയുള്ള ഒരു സൗകര്യം അവരവിടെയാണ് കണ്ടത്. ഐ കുഡൻറ്റ് കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് സേസ് ദ നറേറ്റർ വൈ. അപ്പോൾ നേരത്തെ നടന്ന ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു കവിത എഴുതുന്നു. അത് തൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എപ്പോഴും തന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു കവിത എഴുതി ടീച്ചറിന് കൊടുത്തു. ടീച്ചറുടെ നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോൾ ആ ദിവസം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനോ അന്ന് ക്ലാസ്സിലെടുത്ത കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്നാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ദ നറേറ്റർ കുഡിൻറ്റ് കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ബിക്കോസ് ഷീ വാസ് ടു എക്സൈറ്റഡ്. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കവിത എഴുതി, ആദ്യമായ ഒരു കവിത
എഴുതുകയും അത് ടീച്ചർ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം കൊണ്ടാണ് ഇവിടെ മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നത്. ദ നറേറ്റർ കുഡിൻ കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ബിക്കോസ് ഷി വാസ് ടു എക്സൈറ്റഡ് അബൌട്ട് ഷോവിങ് ഹർ ഫസ്റ്റ് പോയം ടു ഹർ ഇംഗ്ലീഷ് ടീച്ചർ. അടുത്ത ചോദ്യം, വാട്ട് പ്രോംപ്റ്റഡ് ദ നറേറ്റർ ടു ബൈ എ നോട്ട്ബുക്ക്? എന്തുകൊണ്ടാണ് ഇവരൊരു നോട്ട്ബുക്ക് വാങ്ങണമെന്ന് തീരുമാനിച്ചത്? ദ നറേറ്റർ വാസ് പ്രോംപ്റ്റഡ് ടു ബൈ എ നോട്ട്ബുക്ക് ബിക്കോസ് ഷീ റിയലൈസ് ഷീ ഹാഡ് നോട്ട് റിട്ടൺ എനിത്തിങ് സിൻസ് ലീവിംഗ് സ്കൂൾ ആൻഡ് വാണ്ടഡ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് അഗെയിൻ. അപ്പോൾ ഈ സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷം പിന്നീട് താൻ ഒന്നും എഴുതിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു. അപ്പോൾ അന്ന് എഴുതിയ കവിതയ്ക്ക് ശേഷം പിന്നീട് ഒരു കൃതികളും താൻ രചിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു പ്രൈവസിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊന്ന് എഴുതിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ വീണ്ടും ഈ എഴുത്തിലേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു നോട്ട്ബുക്ക് വാങ്ങിയത്. അടുത്ത ചോദ്യം, ദ നറേറ്റർ ഹാഡ് ടു കം ആൻഡ് ഗോ സീക്രട്ട്ലി വൈ? അപ്പം ഈ നറേറ്റർ അല്ലെങ്കിൽ ഈ കാര്യം പറയുന്ന നമ്മളോട് സംസാരിക്കുന്ന ഈ വ്യക്തി രാവിലെ വരുന്നതും പോകുന്നതും വൈകുന്നേരം തിരിച്ചു വരുന്നതും രാവിലെ പോകുന്നതും ഒക്കെ വളരെ രഹസ്യമായിട്ടായിരുന്നു. എന്തുകൊണ്ടാണ്? The narrator had to come and go secretly because the white people in the house where her sister worked did not know she was staying there and it was important to avoid being seen. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്, സഹോദരിയുടെ വീട്ടിലുമല്ല താമസിക്കുന്നത്. സഹോദരി ആ വീട്ടിലെ ഒരു വേലക്കാരിയാണ്. അപ്പോൾ വെള്ളക്കാരായ ഒരു ഫാമിലിയിലാണ് സെർവൻ്റ് ആയിട്ടാണ് ഐറീൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ കണ്ടാൽ അവിടെ താമസിക്കാൻ ചിലപ്പോൾ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് തൻ്റെ കൂടെ ഐറീൻ തൻ്റെ സഹോദരിയെ താമസിപ്പിക്കുകയായിരുന്നു. ഷി ഹാഡ് ടു കം ആൻഡ് ഗോ സീക്രട്ട്ലി ബിക്കോസ് ദ വൈറ്റ് പീപ്പിൾ ഇൻ ദ ഹൗസ് വേർ ഹെർ സിസ്റ്റർ വർക്ക് ഡിഡ് നോട്ട് നോ ഷി വാസ് സ്റ്റേയിങ് ദർ. ഇവൾ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ വീടിൻ്റെ ഉടമസ്ഥരായ വെള്ളക്കാരായ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് ബീയിങ് സീൻ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ നറേറ്റർ മാനേജ് ഹെർ സീക്രട്ട് സ്റ്റേ? എങ്ങനെയാണ് അവർ അവിടെ രഹസ്യമായിട്ട് താമസിച്ചിരുന്നത്? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരറിയാതെ, ആ വീടിൻ്റെ ഉടമസ്ഥരറിയാതെ ഇവിടെ കൂടിയിരുന്നത്? The narrator managed her secret stay by sneaking in and out of the house at specific times. അപ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ ആരും കാണാതെ വരികയും പോവുകയും ചെയ്യുകയായിരുന്നു. ഹൈഡിങ് ഹെർ പ്രസൻസ്, അപ്പോൾ ഇവരവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. ആൻഡ് യൂസിങ് ദ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക് ആസ് എ റെഫ്യൂജ്, അതുപോലെ ഫ്രീ ആയിട്ടിരിക്കാനും ആലോചിക്കാനും ഒക്കെ ആയിട്ട് ഈ പാർക്കിലെ ടോയ്ലറ്റും ഇവർ യൂസ് ചെയ്യുമായിരുന്നു. വൈ വാസ് ദ നറേറ്റർ അൺഏബിൾ ടു മൂവ് ഓർ റെസ്പോണ്ട് ടു ദ കോൾ? അപ്പോൾ അവിടുന്ന് ഒരു ദിവസം എല്ലാ ദിവസവും വൈകുന്നേരം സഹോദരിയുടെ കൂടെ ആണ് തിരിച്ച് ഉള്ളിലേക്ക് കയറുന്നത് രഹസ്യമായിട്ട്. പക്ഷെ അന്ന് എന്തോ കാരണം കൊണ്ട് ഐറീൻ വരാൻ വൈകി. അപ്പോൾ അതിന് മുന്നേ ഇവരവിടെ എത്തുകയും അവിടെ ചെന്ന് ഇരിക്കുകയും ഒരു പുസ്തകം വായിക്കുകയൊക്കെ ചെയ്തു. കാത്തുകൊണ്ട് ഐറീനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഈ രണ്ട് നായ്ക്കൾ ഇവരെ ആക്രമിക്കാൻ വരുന്നത്. The narrator was unable to move or respond to call because she was scared of the dogs that were barking at her. അപ്പോൾ ഈ ശബ്ദം കേട്ട് വീട്ടിലെ മാഡം ഐറീൻ എന്ന് ഉറക്കെ വിളിക്കുന്നു. പക്ഷെ അതിനൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ രണ്ട് നായ്ക്കളും തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയോ അനങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ നായ കടിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് അതിന് റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് അനോയ്ഡ് ഐറീൻ ദ നറേറ്റർ സിസ്റ്റർ? അപ്പോൾ ഈ നമ്മുടെ നറേറ്ററുടെ സിസ്റ്റർ ആയിട്ടുള്ള ഐറീനെ ദേഷ്യം പിടിപ്പിച്ച കാര്യം എന്താണ്? ഐറീൻ വാസ് അനോയ്ഡ് ബിക്കോസ് ദ നറേറ്റർ ഹാഡ് ബീൻ ഡിസ്കവേർഡ് ഔട്ട്സൈഡ്. കാരണം ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ടെന്ന് ഈ വീടിന്റെ ഉടമസ്ഥർ അറിയാൻ ഈ ഒരു സംഭവം കാരണം ഇടയായി. അപ്പോൾ അതുകൊണ്ട് ഐറീന് നല്ല ദേഷ്യം തോന്നി. തൻ്റെ കൂടെ അല്ലാതെ സ്വന്തം വന്ന് കയറിയതിന് എം ലോപ്പയെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. He had been discovered outside and should have waited for her to enter the house together. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ കയറുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് കയറുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പൊട്ടൻഷ്യലി കോസിങ് ട്രബിൾ വിത്ത് ദ വൈറ്റ് പീപ്പിൾ ദേ വർ ഹൈഡിങ് ഫ്രം. അപ്പോൾ അവിടുന്ന് രഹസ്യമായിട്ടുള്ള താമസമായിരുന്നു. അപ്പോൾ അതിപ്പോൾ അവർ കണ്ടുപിടിച്ചു. കാരണം എന്താണ്? ഈ ഒരു സംഭവം നടന്നതിന് ശേഷം. അടുത്ത ചോദ്യം, ഡിഡ് ദ നറേറ്റർ ഫീൽ ലോൺലി ആൻഡ് സാഡ്? ഇവർ ഒറ്റപ്പെടുന്ന പോലെയോ അല്ലെ ദുഃഖിതയാണെന്നോ ഉള്ള ഒരു ഫീലിംഗ് ഇവിടെ നറേറ്റർക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിക്ക് ഔട്ട് ദ സെന്റൻസസ് ദാറ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ ഈ കഥയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സെന്റൻസുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യെസ്, ദ നറേറ്റർ ഫെൽറ്റ് ലോൺലി ആൻഡ് സാഡ്. സെന്റൻസ് ദാറ്റ് ജസ്റ്റിഫൈസ് ദിസ് ഇൻക്ലൂഡ്
അപ്പൊ ഇങ്ങനെ പറയുന്ന സെന്റൻസുകൾ ഏതൊക്കെയാണ്? ഐ വാസ് വെരി ബോട്ട് ആൻഡ് ലോൺലി. ഈ ഒരു പാഠത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഐ വാസ് വെരി ബോട്ട് ആൻഡ് ലോൺലി. ഐ വിഷ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്. അല്ലെ, ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ ഒരു ഫ്രണ്ട് ആക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്. അല്ലെ, ഞാനൊരു ഉപയോഗമില്ലാത്ത വ്യക്തി അല്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ. സിസ്റ്ററിന് എന്നോട് ദേഷ്യം തോന്നാതിരുന്നെങ്കിൽ. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലീവ്. അപ്പോൾ ഒരിക്കലും നിനക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഇവിടെ എംലോപ്പെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സെന്റൻസുകൾ നമുക്ക് നറേറ്റർക്ക് വലിയ വിഷമവും ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കാനായിട്ട് നമുക്ക് ഈ സെന്റൻസുകൾ ഉപയോഗിക്കാം. വാട്ട് ചേഞ്ചസ് ഡിഡ് ഷീ നോട്ടീസ് ഇൻ ദ ടോയ്ലറ്റ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഈ ടോയ്ലറ്റിൽ ചെന്ന സമയത്ത് അവിടെ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് കാണുകയാണ്. എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങൾ? ദ ചേഞ്ചസ് ദ നറേറ്റർ നോട്ടീസ്ഡ് ഇൻ ദ ടോയ്ലറ്റ് വെയർ ദാറ്റ് ദ ഡോർ ഹാഡ് ബീൻ പെയിന്റഡ്. അപ്പോൾ ഇതിന്റെ ടോയ്ലറ്റിന്റെ വാതിൽ അത് ഒന്ന് പെയിന്റ് ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. ആൻഡ് ദ ന്യൂ വിൻഡോ പെയിന്റ് ഹാഡ് റീപ്ലേസ് ദ ഓൾഡ് ബ്രോക്കൺ വൺ. അപ്പോൾ ഈ ജനലിന്റെ പാളികൾ ഒക്കെ അതിന്റെ പാനൽ വിട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി പുതിയതാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ നറേറ്റർ അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് ഹേഴ്സ്. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് എനിക്ക് പ്രൈവസി ഒക്കെ തന്ന ഒരു സ്ഥലമാണെങ്കിലും ഇത് എൻ്റെ ഒരു വസ്തുവല്ല, എൻ്റെ ഒരു സ്വത്തല്ല, ഇത് പൊതുവായിട്ട് പബ്ലിക്കായിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതിൽ എൻ്റേതാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണ് ഈ ടോയ്ലറ്റ് എന്ന് അവർ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ്? The narrator accepted that the toilet was not hers when she found it locked. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോൾ ടോയ്ലറ്റ് ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പോഴും മനസ്സിലാവുന്നു ഇത് ഇവരുടേതല്ല, ഇത് വേറെ ആരോ ആണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന്. വൺ മോർണിംഗ് ആൻഡ് റിയലൈസ്ഡ് ഇറ്റ് വാസ് പബ്ലിക് സ്പേസ് നോട്ട് ഹർ പേഴ്സണൽ റെഫ്യൂജ്. അപ്പോൾ തനിക്ക് രക്ഷപ്പെട്ട് പോയി ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതല്ല ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും പബ്ലിക്കിന് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണ്. അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളായിരിക്കും അവർ വന്നത് ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ പാഠത്തിൻ്റെ മറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.